ബിഗ് ബോസ് പ്രണയം പിന്നീടുണ്ടായില്ല. മനസ്സിൽ ഇപ്പോഴും പ്രണയമുണ്ട്. സൂര്യയുടെ വാക്കുകൾ ശ്രദ്ധ നേടുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 3-ൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ജോഡികളായിരുന്നു മണിക്കുട്ടനും സൂര്യ ജെ മേനോനും. പിന്നീടുള്ള ഓരോ എപ്പിസോഡുകളിലും വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും അവരുടെ ബന്ധം വഴിതെളിച്ചു. ഇപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ചും തന്റെ ജീവിതത്തിലെ നിലപാടുകളെക്കുറിച്ചും സൂര്യ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ബിഗ് ബോസ് വീട്ടിനുള്ളിൽ മണിക്കുട്ടനോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നു അന്ന് സൂര്യ. എന്നാൽ പരിപാടിക്ക് ശേഷം വലിയ തോതിൽ സൈബർ ആക്രമണമാണ് സൂര്യ നേരിട്ടത്. അന്നു മുതൽ ഇന്ന് വരെ ആ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ലെന്നാണ് സൂര്യ പറയുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം മണിക്കുട്ടനെ കാണാനായി അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ താനായിട്ടാണ് ഒഴിവായത്. പുറത്തു വന്നപ്പോഴേക്കും തെറ്റിദ്ധാരണകൾ പടർത്താൻ ആളുകൾ ക്യൂ ആയി നിന്നിരുന്നു. ആ ട്രാപ്പിൽ ആള് വീണുപോയി എന്ന് സൂര്യ പറയുന്നു. നേരിട്ട് പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും മണിക്കുട്ടനെയാണ് സൂര്യ സൂചിപ്പിച്ചതെന്ന് വ്യക്തമാണ്. പത്രമില്ല, TV ഇല്ല, മൊബൈൽ ഫോൺ ഇല്ല, കാണുന്നത് മുന്നിലിരിക്കുന്ന ആളുകളെ മാത്രമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാളോട് ഇഷ്ടം തോന്നും. പെട്ടുപോകുന്നതാണ്, മനുഷ്യനല്ലേ എന്നാണ് സൂര്യ പറഞ്ഞത്. ബിഗ് ബോസ് സീസൺ 3-ൽ ലൈവ് ക്യാമറകൾ ഇല്ലായിരുന്നുവെന്നും പ്രേക്ഷകർ കണ്ടത് അവിയൽ പരുവമായിരുന്നുവെന്നും സൂര്യ പറയുന്നു. ഞങ്ങളെ ഒരു ഞരമ്പ് രോഗികളായി പോലും കാണിച്ചു. തനിക്ക് നഷ്ടപ്പെട്ടത് ആ ഒരേ ഒരു പ്രണയമാണ്. ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളും പരസ്പര സമ്മതത്തോടെ അവസാനിപ്പിച്ചതാണെന്നും സൂര്യ പറയുന്നു. ഇപ്പോൾ അവിഹിതം, സിറ്റുവേഷൻഷിപ്പ്, നാനോഷിപ്പ് എന്നിവയൊക്കെയാണ്. ഞാനൊക്കെ 90s-ലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ലിവിങ് ടുഗദറിനോടും താല്പര്യമില്ല. നല്ല ഒരു കല്യാണം വന്നാൽ നോക്കും, ഇല്ലെങ്കിലും പ്രശ്നമില്ല. 60-70 വയസ്സിൽ പോലും ആളുകൾ വിവാഹം കഴിക്കുന്നു. അതൊക്കെ ഒരു യോഗമാണ്. ഞാൻ ഇമോഷണലായി വീക്കായ ആളാണ്. എനിക്ക് തിരിച്ചും സ്നേഹം വേണം. ആ ഒരു പ്രതീക്ഷയോടെ അല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ മാത്രം മതിയാകും. ഇപ്പോഴും പ്രണയം മനസ്സിലുണ്ട്. ഇങ്ങനെ പോകുന്നു സൂര്യയുടെ വാക്കുകൾ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.